ഹായ്, വെൽക്കം ബാക്ക് ടു സൺറൈസ് ഡിസൈൻസ്. ഇന്നൊക്കെ നമ്മൾ സ്റ്റിച്ചസ് കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആ സ്റ്റിച്ചസ് ഫില്ല് ചെയ്തുകൊണ്ട് ഒരു ഡിസൈൻ എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്ന് നോക്കാം. ഒരു ഡിസൈൻ ഞാൻ ഓൾറെഡി ഇവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഡിസൈൻ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓരോരോ പാർട്സിലും ഓരോരോ സ്റ്റിച്ചസാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സെൻറ്ററിലുള്ള ലീഫ് സ്റ്റിച്ച് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഇതിന് ചുറ്റും സാറ്റിൻ ക്രോസ് ആയിട്ടാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. രണ്ട് വശത്തും സെപ്പറേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യണം. ഫസ്റ്റ് ഈ വശത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇത് രണ്ട് വശവും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിന് ചുറ്റും ഒരു ചെയിൻ ഫിനിഷിങ് ഇട്ട് കൊടുക്കാം. നീഡിൽ ഒരുപാട് ഉള്ളിലോട്ട് പോകാതെ അതിൻ്റെ ടിപ്പിൽ വെച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ട് സ്റ്റിച്ചസ് ഇട്ടിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വേവ് സ്റ്റിച്ചസാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഗ്രീൻ കളർ, ഗോൾഡൻ കളർ, രണ്ട് കളറുള്ള ത്രെഡ് സിംഗിളായി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും കൂടെ കളറിനാണ് ഇവിടെ വേവ് സ്റ്റിച്ചസ് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു വശം ഫില്ല് ചെയ്ത് കഴിയാൻ പോകുന്നു. എത്രത്തോളം ഗ്യാപ്പില്ലാതെ ഇടാൻ പറ്റുമോ അത്രയും ഗ്യാപ്പില്ലാതെ ഇടണം. വേവ്സ് ഇടുമ്പോൾ നീഡിൽ സ്ട്രൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഷേപ്പിൽ ഞാൻ വേവ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഷേപ്പ് കൊടുക്കാനായിട്ട് ഇതിന് ചുറ്റും ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. സെയിം ഇതേ നോക്കുമ്പോൾ തന്നെ
ഈ പീകോക്കിൻ്റെ ഈ വിങ്സിന് മാറ്റ് ഫില്ലിംഗ് ഇടാമെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് പോർഷൻസ് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാറ്റ് ഫില്ലിംഗ് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്നും കൂടെ ഇതിൻ്റെ എൻഡ് ഇതോടെ ക്ലോസ് ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ടേൺ ചെയ്യണം. അതായത് ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ച് ഓരോ എഡ്ജും ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ ഈ പോർഷന് കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ വിങ്സ്. ഇപ്പോൾ ഇതിന് ചുറ്റും സെയിം കളർ വെച്ചിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് ഫിനിഷിങ് കൊടുക്കണം. ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് എടുത്താൽ മതി. കിഡ്സിന് ചെയിൻ സ്റ്റിച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഈ ബ്ലൂ കളർ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഫില്ല് ചെയ്യാം. ഈ പോർഷൻ തന്നെയായിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ബോഡി പോർഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു നോട്ടിട്ട് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ ഈ വിങ്സാണ് ഇടാൻ പോകുന്നത്. സെയിം ബോഡി പോർഷനിൽ എന്താണോ ചെയ്തത് അതുപോലെ ഔട്ട്ലൈനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോഡി ഫുള്ളായിട്ടും ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ പീക്കിന് വേണ്ടിയിട്ട് റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. സെയിം
ഇത് ഡബിൾ സൈഡ് സാറ്റിൻ ക്ലോസ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ടാണ് പീക്ക് ഇടാൻ പോകുന്നത്. അപ്പോഴേ കുറച്ച് ഇമ്പോസിങ് ആയിട്ട് കാണുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഹെഡ് ഫ്ലവറിന് ഗോൾഡൻ കളർ ചെറിയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ചെയിൻ ഫില്ലിങ് യൂസ് ചെയ്യാൻ പോകുന്നു. ഇതിൻ്റെ ഷേപ്പിൽ ചെയിൻ സ്റ്റിച്ച്. പീക്കോക്ക് ഇപ്പോൾ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വീനായിട്ടാണ് അടുത്തത് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ ലൈൻ വന്നിട്ട് ഗോൾഡൻ ജെറി യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ചാണ് ഇടാൻ പോകുന്നത്. അതിട്ട് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഇതിൽ ഗോൾഡൻ ജെറി വെച്ചിട്ട് സിമ്പിളായിട്ട് സെൻറ്ററിൽ ഒരു ലൈൻ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്തത് ചെയിൻ ഫില്ലിംഗ് ആണ് വീനയ്ക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഔട്ട്ലൈൻ